നമസ്കാരം. പ്രിയ വരാഹി ഭക്ത സന്താനങ്ങളെ, 2025 ഡിസംബർ മാസം 6, 7 തീയതികളിൽ, വൃശ്ചികം 20, 21 തീയതികളിൽ മണ്ഡല പുണ്യ കാലത്ത് അലന്താഴം മഹാവാരാഹി ക്ഷേത്രാങ്കണത്തിൽ വച്ചിട്ട് മൂകാംബി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന്റെ കാർമ്മികത്വത്തിൽ ആചാര്യം അദ്ദേഹത്തിനാണ് വഹിക്കുന്നത്. മഹാനവചണ്ഡികാഹോമം നടത്തപ്പെടുകയാണ്. തദവസരത്തിലേക്ക് ആ യജ്ഞശാലയിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യണം. ഇപ്പോൾ എന്താണ് ചണ്ഡികാഹോമം എന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ചണ്ഡിക എന്നുള്ളത് ദേവിയുടെ പ്രീതിക്ക് വേണ്ടി നടത്തുന്നത് ചണ്ഡികാഹോമം എന്നുള്ളതാണ്. ഓരോ ദേവന്മാർക്കും അങ്ങനെയാണ്. സുദർശന ഹോമം എന്ന് പറഞ്ഞാൽ ആ സുദർശനമൂർത്തിയുടെ പ്രീതിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയ മൂർത്തിയുടെ, ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടി, വിഘ്നങ്ങൾ തീരാൻ വേണ്ടി. അങ്ങനെയാണ് ഓരോ ഹോമങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ചണ്ഡികാഹോമം എന്ന് പറഞ്ഞാൽ ചണ്ഡികാദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന ഒരു യാഗപദ്ധതിയാണ്. ഈ ചണ്ഡിക എന്ന് പറയുന്നത്, ചണ്ഡി എന്ന് പറയുന്നത് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കോപം എന്നാണ്. വേദത്തിലൊക്കെ ഇപ്പോൾ രുദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോപം എന്നാണ്, രുദ്ര. ഇപ്പോൾ ശ്രീരുദ്രൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്, നമസ്തേ രുദ്രമന്യവ എന്നൊക്കെ പറയുന്നുണ്ട്. ആ കോപം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അന്ധകാരമയമായിരുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു ഊർജം നിലനിന്നിരുന്നു. അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയണത്. അതിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അത് നാളെ ഉണ്ടാവും. അതിന് ആരംഭം ഇല്ല, അതിന് അവസാനവുമില്ല. അതുകൊണ്ടാണ് അത് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിന് ഒരു തോന്നല്, ഒരു പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണം എന്നുള്ളത്, ഒരു വിനോദം, ഒരു കളി. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം അത് വെച്ച് കളിക്കുക, അത് കഴിഞ്ഞാൽ അത് ആ ബ്രഹ്മത്തിലേക്ക് തന്നെ ലയിപ്പിക്കുക. ആ തോന്നലിനെ, അതിനാണ് കോപം എന്ന് പറയണേ. ആ തോന്നലിനെ ആണ്, പിന്നീട് നടന്ന സൃഷ്ടി പ്രവൃത്തികളെ ആണ് ചണ്ഡി എന്നുള്ള വാക്യാർത്ഥം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് ആ പട്ടമഹിഷിയായിട്ടാണ്, ബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷിയായിട്ടാണ്, ഭാര്യയായിട്ടാണ് കണക്കാക്കുന്നത്. ഓരോ അവസരത്തിലും ഇപ്പോൾ ചണ്ഡികാഹോമം നടക്കുമ്പോഴും സപ്തശതി ദേവി മഹാത്മ്യമാണ്. ആഹൂതിക്കായിട്ട് നമ്മൾ ഉള്ള മന്ത്രങ്ങൾ, അതിൽ പൂർവഖണ്ഡം, മധ്യമചരിത്രം, ഉത്തമചരിത്രം 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ ലക്ഷ്മി, കാളി, സരസ്വതി എന്നുള്ള 3 സ്വരൂപത്തിലാണ് ഈ ബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷികളെ നമ്മൾ സ്മരിച്ച് അവരുടെ പ്രീതിക്ക് വേണ്ടി ഹോമം ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു ഏറ്റവും ചുരുക്കി നമ്മളതിനെക്കുറിച്ചൊരു താല്പര്യം, എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ ഒരു ഫലഭാഗം ദേവിയുടെ പ്രീതിക്കാണ് എന്ന് പറഞ്ഞുവല്ലോ. ഇത് പാരായണം ചെയ്താൽ തന്നെ, ഹോമം ചെയ്യുമ്പോൾ, യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അനവധി. ഈ പാരായണം ചെയ്യുമ്പോൾ തന്നെ പട്ടേൽ
പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാന്യുത. 3 സന്ധ്യകളിൽ ഇത് പാരായണം ചെയ്യുക അല്ലെങ്കിൽ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ ദൈവീകലാഭവേ തസ്യ ത്രൈലോക്യേഷ അപരാജിത. ആ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകളിൽ ദൈവീകല, ദേവിയുടെ ചൈതന്യം ആ വ്യക്തിയിലുണ്ടാവും. ത്രൈലോക്യേഷ അപരാജിത. 3 ലോകങ്ങളിലും അദ്ദേഹത്തിനെ തോൽപ്പിക്കാനായിട്ട് യാതൊരു ശക്തി ഉണ്ടാവില്ല. വിജയിച്ചു നിൽക്കുന്ന ആളായിരിക്കും, അപരാജിതനായിരിക്കും. പിന്നെയോ ജീവേത് വർഷശതം അപമൃത്യു വിവർജിത. അപമൃത്യുകളൊന്നും ഇല്ലാണ്ട് 100 വർഷം ആയുസ്സുള്ള 100 വർഷത്തിലധികം ആയുസ്സുകൾ ഉണ്ടാവും. നശ്യന്തി വ്യാധയ. എന്ത് രോഗം ഉണ്ടെങ്കിലും നശ്യന്തി, അത് ശമിക്കും. ലൂതാ വിസ്ഫോടകാതയ. എന്ത് തരത്തിലുള്ള ബാധകൾ ഉണ്ടെങ്കിലും, അതായത് ലൂതാ വിസ്ഫോടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസൂരി പോലെയുള്ള അസുഖങ്ങളെയാണ് ലൂത എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ വരെ നശിക്കും, ഇല്ലാണ്ടാവും. അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കും. സ്ഥാവരം ജംഗപഞ്ചാബി കൃത്രിമം ജാബി യതിഷം അഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ. ഈ ഭൂസംബന്ധമായിട്ടോ ഇനി മന്ത്രയന്ത്രങ്ങളെ കൊണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള അഭിചാര പ്രവൃത്തികളെ കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടായിട്ട് നമുക്കതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്നുള്ളതാണ്. ഭൂജരാഖ്യജരാശ്ചൈവ ജലജാശ്ചോപദേശിക. ഭൂജര, ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന മൂർത്തികൾ, നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള മൂർത്തികൾ. ഖേജര, ആകാശത്തിൽ. ജലജാശ്ചോപദേശിക, ജലത്തിൽ. എല്ലാത്തിലും അനവധി തരത്തിലുള്ള സാന്നിധ്യങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും. അപ്പം അതൊക്കെ ആരെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ രോഗങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില കാലങ്ങളെ കൊണ്ട് നമുക്കിതൊക്കെ വരും. രാഹുകാലം അല്ലെങ്കിൽ ശനിദശ എന്നൊക്കെ പറയണത്. അതൊക്കെ ഇങ്ങനെ തന്നെ ഓരോ സ്ഥലത്ത് നടന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തികളാണ് ആ സമയത്ത് നമ്മളെ ബാധിച്ചെങ്കിലുള്ളതൊക്കെ വരും. അതിൽ നിന്നൊക്കെ നമുക്ക് ആ മൂർത്തികളിൽ നിന്ന്, അത് ഭൂമിയിലുള്ളതോ ആകാശത്തിലുള്ളതോ ജലത്തിൽ വസിക്കുന്നതോ ഏത് തരത്തിലുള്ള ആയാലും, അവരൊക്കെ ഈ യജ്ഞം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് സന്നിഹിതരായിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ അകന്നു പോവും എന്നുള്ളതാണ് പറയണത്. അഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലെ. എന്തെന്തായാലും പോയിക്കോളും. പിന്നെ അന്തരീക്ഷതരാ ഘോര ഡാഗിന്യശ്ച മഹാബല ഗ്രഹഭൂത പിശാചാശ്ച യക്ഷഗന്ധർവരാക്ഷസ. വാക്കിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ യക്ഷന്മാരോ കിന്നരന്മാരോ അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭൂചര ഖേചര എന്നൊക്കെ ആദ്യം പറഞ്ഞ മാതിരി ഗ്രഹഭൂതം, ഗ്രഹഭൂതങ്ങൾ ആദ്യം പറഞ്ഞുവല്ലോ, ഓരോരോ ഗ്രഹങ്ങൾക്ക് അത് നമ്മളെ ബാധിക്കുന്നത് ഓരോ ഭൂതസ്വരൂപത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ളതായാലും ഇനിയിപ്പോൾ പിശാചുക്കളായാലും അതൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. ബ്രഹ്മരാക്ഷസ വേതാള. ബ്രഹ്മരാക്ഷസൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ നാട്ടിൽ ബ്രഹ്മരക്ഷസ എന്നൊക്കെ പറയും. അതിനെയാണ് ബ്രഹ്മരാക്ഷസൻ എന്ന് പറയാം. അതൊക്കെ അതിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ നമുക്ക് തീരും. അതൊക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന്, നമ്മുടെ വാസസ്ഥാനത്ത് നിന്ന് അതൊക്കെ ഒഴിഞ്ഞു പോവും എന്നുള്ളതാണ് പറയണത്. ഇത്തരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ സന്നിഹിതരായിരുന്നാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ യജ്ഞപ്രസാദം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചാൽ രക്ഷസന്റെ ഉപദ്രവം ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആ ഉപദ്രവങ്ങളൊക്കെ മാറിപ്പോയിക്കോളും. നശ്യന്തിയ ദർശനാത്തസ്യ കവചേ എന്നൊക്കെ വേണ്ട അത് ആ യജ്ഞാരംഭത്തിൽ തന്നെ ആദ്യം തന്നെ ഇതാണ് പറയണത്. പിന്നെയോ താവത്തിഷ്ഠിത മേദിന്യാം സന്തതി പുത്രപുത്രിക്ക്. ഈ ഭൂമിയിൽ വസിക്കുന്ന സമയത്ത്, മേദിനി എന്ന് പറഞ്ഞ ഭൂമി, അതിൽ താമസിക്കുന്ന സമയത്ത് ആ സന്തതികൾ, പുത്രന്മാര്, പൗത്രന്മാരൊക്കെ വേണ്ടത്ര നമുക്ക് ഉണ്ടാവുക. തലമുറകൾ സന്തോഷമായിട്ട് നിൽക്കുക. ദേഹാന്തയെ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തോ പരമം സ്ഥാനം എന്ന് പറഞ്ഞാൽ മോക്ഷം, ആ ദേവിയുടെ പാദങ്ങളിൽ തന്നെ നമ്മൾ ചെന്നു ചേരും എന്നൊക്കെയാണ് അതിൽ പറയണത്. പിന്നെ ഉണ്ട് ഈ ഐശ്വര്യമേൽ പ്രസാദേന സൗഭാഗ്യ ആരോഗ്യ സമ്പദ ശത്രുഹാനി പരോ മോക്ഷ ത്വയതേസാനകിംജനേഹി. ഐശ്വര്യം, ആ ഐശ്വര്യം നമുക്കുണ്ടാവും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള അർപ്പണങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യം മേൽ പ്രസാദേന സൗഭാഗ്യം ഉണ്ടാവുക, ആരോഗ്യം ഉണ്ടാവും.
സമ്പത്ത് ഉണ്ടാവും. അത് മാത്രമല്ല, പിന്നെയോ ശത്രുഹാനി, നമ്മളുടെ ശത്രുക്കളൊക്കെ ഹനിക്കപ്പെടും, ഇല്ലാണ്ടാവും. നമുക്ക് ശത്രുക്കൾ ഇല്ലാണ്ടാവും. പരവും മോക്ഷ, ഈ ജീവിതം കഴിയുമ്പോൾ നമുക്ക് ആ മോക്ഷപദത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ഇനി ആ ചണ്ഡികാദേവിയെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ചുരുക്കി പറയാം. എല്ലാ ദേവീദേവന്മാരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ചണ്ഡികാദേവി. അതിൽ ആ സപ്തശതിയിൽ ഏറ്റവും ചുരുക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ തതോതി കോപപൂർണസ്യ ചക്രണോവധനാത്തത എന്ന് പറയുന്നത്, ചകാര കോപം ശംഭുശ ഭ്രുപിടീകുടിലാനനവും. ആ ശങ്കരൻ്റെ ഭ്രുപിടി, പുരികം ഒന്ന് വളഞ്ഞു, അതിൽ നിന്നൊരു കോപം ഉണ്ടായി. ആ കോപം പിന്നെയോ കോപപൂർണസ്യ ചക്രണോവധനാത്തത, ചക്രിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു, അദ്ദേഹത്തിൽ നിന്ന് കോപം ഉത്ഭവിച്ചു. നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണ, ബ്രഹ്മാവിൽ നിന്നും ഒരു തേജസ്, കോപത്തിന്റെ തേജസ് ഉത്ഭവിച്ചു. പിന്നെ അന്വേഷാം ചൈവദേവാനാം ശക്രാദീനാം ശരീരത, ശക്രാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ, ഇന്ദ്രനിൽ നിന്നും മറ്റ് ദേവന്മാരിൽ നിന്നും എല്ലാം ആ കോപ തേജസ് ഉത്ഭവിച്ച് ഏകസ്ഥം തദഭൂന്നാരി, അതീവ തേജസം കൂട ജ്വലന്തമുപ പ്രഭുതം. അതോ ഏകസ്ഥം തദഭൂന്നാരി, ഒരു സ്ത്രീ ആയിട്ട് കാണപ്പെട്ടു. ആ സ്ത്രീ സ്വരൂപത്തിനെ എല്ലാ ദേവീദേവന്മാരും ഭജിച്ചു എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുണ്ടായ ചൈതന്യമാണ്, കോപചൈതന്യമാണ് ആ ദേവി സ്വരൂപമായിട്ട്. പിന്നെ ആ ദേവന്മാർ തന്നെ ആ ദേവിക്ക് ആയുധങ്ങളെയൊക്കെ കൊടുത്തു. ആയുധങ്ങൾ കൊടുത്തതോ ഈ അംഗങ്ങൾ കൊടുത്തു. ആദ്യം അംഗങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോന്ന് അങ്ങനെയാണ്. ഇപ്പോൾ ഇതപൂച്ചാമ്പു തേജസ്ഥാനിത് മുഖം യാമ്യേന ചാഭവൻ കേശ, യമൻ ആണ് കേശ മുടി കൊടുത്തത്. ബാഹവോ, ഈ ബാഹുക്കള് തോളുകളൊക്കെ കൊടുക്കുന്നത് വിഷ്ണുവാണ്. സൗമ്യേന സ്തനയോർ, ആ സോമൻ 2 സ്തനങ്ങളെ കൊടുത്തു. മധ്യം ചൈന്ദ്രേണ, ചന്ദ്രൻ ഈ മധ്യഭാഗത്തിനെ കൊടുത്തു. വാരുണേന ജംഘോരു, ഈ മറ്റേ തുടകള് വരുണൻ കൊടുത്തു. നിതംബത്തേജാഭുവ, നിതംബം ആസനം അത് ഭൂമി തന്നെയാണ് ആ ദേവിക്ക് കൊടുത്തത്. ബ്രഹ്മണസ്തേജതാപാദവും, ബ്രഹ്മാവ് പാദങ്ങളെ കൊടുത്തു. സൂര്യൻ ആ ദേവിയുടെ വിരലുകളെ കൊടുത്തു. വസൂനാഞ്ചകരോഗുര കൗബേരണച്ച, ഈ കുബേരൻ നാസികയെ കൊടുത്തു. ദന്താസംഭൂത തസ്യാസംഭൂത പ്രജാപതി പല്ലുകളെ കൊടുത്തു. നയനത്രയം തഥാ അഗ്നി 3 കണ്ണുകളെ കൊടുത്തു ദേവിക്ക്. പിന്നെ ഭ്രുവോച്ച സന്ധ്യോത്തേജ, സന്ധ്യ ആ തേജസ്സിനെ കൊടുത്തു. പിന്നെ ഈ ശ്രവണം എന്നുള്ള ഒരു അനിലൻ കൊടുത്തു. പിന്നെ അന്വേഷാം ചെയ്വ ദേവാന സംഭവം ശിവ, എല്ലാ ദേവീദേവന്മാരും അവരവരുടെ ആയുധങ്ങളെ ആ ഈ തേജസ്സുകളെ കൊണ്ട് ആ ദേവിക്ക് ഓരോരോ ശരീരഭാഗങ്ങളെ കൽപ്പിച്ചു. ഒപ്പം തന്നെ ആയുധങ്ങളെ കൊടുത്തു. ശൂലം ശൂലാൽ വിനികൃഷ്യ ഋതൗസത്യ പിനാകധൃക്ക്, പിനാകധൃക്ക് എന്ന് പറഞ്ഞ ശിവന്റെ ശൂലത്തിൽ നിന്ന് ഒരു ശൂലം ഉണ്ടാക്കി ദേവിക്ക് കൊടുത്തു. ചക്രം ദത്തവാൻ കൃഷ്ണ സൗൽപാത്യ സ്വചക്രത, വിഷ്ണു ആ ചക്രത്തിൽ നിന്ന് സുദർശന ചക്രത്തിൽ നിന്ന് മറ്റൊരു ചക്രത്തിനെ സൃഷ്ടിച്ച് തത്തുല്യ തേജസ്സുള്ളത് സുദർശന ചക്രത്തെ ദേവിക്ക് കൊടുത്തു. ശംഖം വരുണൻ ശംഖിനെ കൊടുത്തു. ശക്തി ഹുദാശന, ആ ശക്തി എന്ന് പറഞ്ഞ ഒരു വേലാണ്, അത് ഹുദാശനൻ കൊടുത്തു. മാരുതി എന്താ കൊടുത്തേ? ചാപം കൊടുത്തു. ബാണപൂർണേത്ത് അതേഷുതി, സമുദ്രം എന്ത് ചെയ്തു? ആ നിറഞ്ഞ ഒരു ആവനാഴി, അത് എത്ര അമ്പെടുത്താലും അത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ദ്രൻ വജ്രത്തിനെ കൊടുത്തു. അതേമാതിരി കാലദണ്ഡോ യമൻ ദണ്ഡിനെ ഉലക്കയെ കൊടുത്തു. പാശം ചാമ്പുപതിർന്നതോ വരുണൻ പാശത്തിനെ കൊടുത്തു. പ്രജാപതി അക്ഷമാലയെ കൊടുത്തു. കമണ്ഡലു ആ ബ്രഹ്മദേവൻ കമണ്ഡലുവിനെ കൊടുത്തു. ഓരോ രോമകൂപത്തിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യതേജസ്സിനെ, അഗ്നിയെ ആ സൂര്യഭഗവാൻ കൊടുത്തു. ദിവാകരൻ കൊടുത്തു. പിന്നെ ഭൂഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ക്ഷീരോദശ്ചാമലം ഹാരം
ഒരിക്കലും വാടാത്ത തരത്തിലുള്ള പൂക്കളെ കൊണ്ടുള്ള മാലകൾ കൊടുത്തു, ചൂടാമണി കൊടുത്തു. ഈ അതേമാതിരി തന്നെ നൂപരവും വിമലൗതത്വൽ ഗ്രൈവേക കഴുത്തിലുള്ള മാലകൾ, അങ്കുലീകരത്നാനി വിരലുകളിൽ അണിയാനുള്ള രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, അങ്ങനെ ഓരോരോ ദേവന്മാര്, ഓരോരോ മൂർത്തികൾ, ഓരോരോ മൃഗങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് ആ ദേവി ആ ഭക്തന്മാരായിട്ടുള്ള ദേവന്മാരെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അനുഗ്രഹം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം, അവരുടെ ചൈതന്യങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ചണ്ഡികാദേവി. എല്ലാ ആയുധങ്ങളും എല്ലാ ഭൂഷണങ്ങളും എല്ലാ ദേവന്മാരുടെയും ഈ ചണ്ഡികാദേവിയിലുണ്ട്. അതുകൊണ്ടാണ് ആ ചണ്ഡികാദേവിയെ സ്മരിച്ചാൽ എല്ലാ ദേവീദേവന്മാരെ പൂജിച്ച ഒരു ഫലം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഒരു ഫലസ്തുതിയിലൊക്കെ പറയുന്നുണ്ട്, സർവബാധാവിനിർമുക്തോ, എല്ലാ ബാധയിൽ നിന്നും നമ്മൾ വിമുക്തരാവും. സർവബാധാവിനിർമുക്തോ ധനധാന്യ സമന്വിത മനുഷ്യോ യൽ പ്രസാദേന ഭവിഷ്യതി ന സംശയ. എല്ലാ ബാധകളിൽ നിന്നും മുക്തനായിട്ട് സർവബാധാവിനിർമുക്തോ ധനധാന്യ സമന്വിത മനുഷ്യോമൽ പ്രസാദേന, ആ ദേവിയുടെ പ്രസാദം കൊണ്ട് എല്ലാ ബാധകളും പോയി എല്ലാ തരത്തിലുള്ള സമ്പത്തിനുള്ള ആളുകളായിട്ട് നമ്മൾ ഭവിക്കും. ഈ യജ്ഞാവസരത്തിൽ അവിടെ സന്നിഹിതരാവുക, യജ്ഞപ്രസാദങ്ങളെ നമ്മൾ സ്വീകരിക്കുക, യജ്ഞത്തിന് വേണ്ട അർപ്പണങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ലഭിക്കും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഈ അവസരം, നമ്മളുടെ ഏറ്റവും തൊട്ടടുത്ത് നടക്കുന്ന ഈ അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമസ്കാരം.